വെയിറ്റ് ലോസിന് അത്താഴത്തിന് എന്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്? ഏത് ഫ്രൂട്ട്സുകൾ തിരഞ്ഞെടുക്കണം? റമദാനല്ലേ, ഉറപ്പായിട്ടും വെയിറ്റ് കുറയില്ലേ? റമദാനിന് വെയിറ്റ് കൂടുമോ? റമദാനിന് വർക്കൗട്ടുകൾ ചെയ്യണോ? റമദാൻ നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. റമദാൻ മാസം പകല് നമ്മൾ ഫുള്ളായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യാം. അത് നമ്മുടെ ബ്രെയിനെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നോമ്പല്ലാത്ത ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ക്ഷീണായിരിക്കും അല്ലേ? പക്ഷെ നമ്മൾ റമദാൻ നോമ്പിന് എന്താ ചെയ്യുന്നത്? രാവിലെ ഒരു നിയത്ത് ചെയ്യൂലേ, നമുക്ക് ഇന്നൊന്നും ഫുഡ് കിട്ടില്ല എന്ന് നമ്മൾ നമ്മുടെ ബ്രെയിനിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ബ്രെയിനെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് പകല് അത്രയൊന്നും ക്ഷീണം തോന്നാത്തത്. നമ്മൾ റമദാനിന് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? അത് നമ്മുടെ നെർവ് സിസ്റ്റത്തെ കാം ചെയ്യുകയാണ്. അതുപോലെ നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ സെൽഫ് റിപ്പയറിംഗ് സിസ്റ്റത്തിനെ ഓൺ ആക്കുകയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറേ പേര് വെയിറ്റ് ലോസ് ചെയ്യുന്നവരാ അല്ലേ? നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ആയുർഫിറ്റ് എന്നുള്ള ഓൺലൈൻ വെയിറ്റ് ലോസ് പ്രോഗ്രാം ഉണ്ട്. അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കുറേ പേര്. നിങ്ങളും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് കുറേ സംശയങ്ങളുണ്ട്. റമദാൻ ആകുമ്പോൾ കോമൺ ആയിട്ടുള്ള കുറേ സംശയങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. റമദാൻ എന്നുള്ളത് ഒരുപാട് സമയം ഫാസ്റ്റിംഗ് ചെയ്യുന്നതാ അല്ലേ? കുറേ സമയം നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും വെയിറ്റ് കുറയില്ലേ? അതാണ് പലരുടെയും സംശയം. പലർക്കും അനുഭവമുള്ള കാര്യമായിരിക്കും. നോമ്പ് കഴിയുമ്പോഴേക്ക്, റമദാൻ മാസം കഴിയുമ്പോഴേക്ക് വെയിറ്റ് കൂടുന്നവരുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം തോന്നും, ഇത്ര നോമ്പെടുത്തിട്ടും എന്താ ഞാൻ വെയിറ്റ് കുറയാത്തേന്ന്. നമ്മൾ പുതിയ കാരണങ്ങൾ കണ്ടെത്തൂലേ അതിന് ഉത്തരമായിട്ട്? എൻ്റെ ശരീരപ്രകൃതി ഇങ്ങനെയാണ്, ഞാൻ എന്ത് കഴിച്ചില്ലെങ്കിലും അഥവാ നോമ്പ് നോറ്റാലൊക്കെ തടി കൂടും എന്നൊക്കെ പറയും. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചാൽ അതിന് ഒറ്റ കാരണേ ഉള്ളൂ. അതിന്റെ കാരണം കിടക്കുന്നത് മിക്കവാറും നമ്മുടെ ഇഫ്താർ സമയത്ത് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തായിരുന്നു കഴിഞ്ഞ ഇഫ്താറിന് കഴിച്ചതെന്ന്? നല്ലോണം മധുരം ഇട്ടുള്ള ജ്യൂസുകൾ ഉണ്ടാവും, നാരങ്ങ വെള്ളം ഉണ്ടാവും, അതിലും മധുരം ഇട്ടിട്ടുണ്ടാവും. പിന്നെ സമൂസ, കട്ട്ലറ്റ്, ഉള്ളിവട, ഉന്നക്കായ തുടങ്ങി കുറേ ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടാവും. ഇതൊന്നും പോരാത്തതിന് നമ്മുടെ കൂടെ പത്തിരി ഉണ്ടാവും, ചിക്കൻ കറി ഉണ്ടാവും. പകല് നോമ്പായിരുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ രാത്രി ഇഫ്താറിന്, അതായത് നമ്മൾ ഇഫ്താറിന് ഇരിക്കുമ്പോൾ യാതൊരു കൺട്രോളും ഉണ്ടാവില്ല. നമ്മൾ എന്താണ് കഴിക്കുന്നതെന്ന് നമ്മൾ പോലും ചിന്തിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഒറ്റ സൂത്രവാക്യമേ ഉള്ളൂ. എന്താണത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കലോറിയേക്കാൾ നമ്മൾ കൂടുതൽ ചെലവാക്കിയിരിക്കണം. നമ്മൾ പകല് നോമ്പ് പിടിച്ചിട്ട് നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ നോമ്പ് പിടിക്കാത്ത ദിവസത്തേക്കാൾ കൂടുതൽ കഴിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ വെയിറ്റ് കൂടുന്നത്. പൊരിക്കടികളും ജ്യൂസും ഒക്കെ കൂടുതലായി കഴിക്കുന്നത് നോമ്പ് കാലത്താണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? നോമ്പ് കാലത്ത് ഒരുപാട് കടകൾ ഓപ്പൺ ആവും. വൈകുന്നേരങ്ങളിൽ പൊരിക്കടി വിൽക്കുന്ന കടകളാണ് കൂടുതലും ഉണ്ടാവുക. നമ്മൾ കഴിക്കുന്നതുകൊണ്ട്, നമ്മൾ വാങ്ങുന്നതുകൊണ്ടാണല്ലോ അത്രയും കടകൾ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റമദാൻ മാസം എന്ന് പറയുന്നത് ഒരിക്കലും വെയിറ്റ് കുറയുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തൊരു സംശയം എന്നുള്ളത്, അത്താഴം സ്കിപ്പ് ചെയ്താൽ വേഗം വെയിറ്റ് കുറയോ എന്നുള്ളതാണ്. ഒരിക്കലും ഇല്ല കേട്ടോ. അത്താഴം സ്കിപ്പ് ചെയ്താൽ വെയിറ്റ് കുറയില്ല എന്ന് മാത്രമല്ല, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ അത്താഴം സ്കിപ്പ് ചെയ്താൽ രാവിലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള രക്തത്തിലുള്ള ഷുഗറിന്റെ അളവ് അങ്ങ് കുറയും. അത് കാരണം നമുക്കൊരു ദിവസം ഫുള്ള് ക്ഷീണമുള്ള പോലെ തോന്നും. ഈ പകല് നമ്മൾ ഒന്നും കഴിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ അത്താഴം, സുഹൂർ എന്നുള്ളത് നമ്മൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. അടുത്തുള്ളൊരു സംശയം എന്നുള്ളത്, നമ്മുടെ കമന്റിൽ പലരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യാട്ടോ, ഈ റമദാനിന് നോമ്പ് തോൽക്കുമ്പോൾ എത്ര വെള്ളം കുടിക്കണം എന്നുള്ളത്. ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരു 2 മുതൽ 2.5 ലിറ്റർ വരെ വെള്ളം കുടിക്കണം. ഫാസ്റ്റിംഗ് സമയത്ത് ഒരു 14 മണിക്കൂർ നമ്മൾ ഒട്ടും വെള്ളം കുടിക്കുന്നില്ല അല്ലെ? അതുകൊണ്ട് നോമ്പ് തുറന്നിട്ടുള്ള സമയം, അതുപോലെ സുഹൂർ വരെ നമ്മൾ വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് നോമ്പ് തുറന്ന ഉടനെ ഒരു 1/2 ലിറ്റർ ഒക്കെ വെള്ളം കുടിക്കാൻ പറ്റും. പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കാം. പിന്നെ സുഹൂറിന് എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു 1/2 ലിറ്റർ വെള്ളം കുടിക്കുക. അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ സുഖമായിട്ട് നമുക്ക് 2 മുതൽ 2.5 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ പറ്റും. ചിലർക്കൊക്കെ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ മലബന്ധം ഉണ്ടാവൂലേ? ക്ഷീണം ഉണ്ടാവാനൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത്
വെള്ളത്തിന്റെ അളവ് കുറയുന്നത് കൊണ്ടാണ്. അത് ശ്രദ്ധിക്കണം. ഇനി അടുത്തൊരു സംശയം എന്നുള്ളത്, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത്താഴത്തിന് സുഹൂറിന് ഏറ്റവും നല്ലത് എന്താണെന്നാ. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, കാണാത്തവർക്ക് അത് കാണാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഹെൽത്തി ആയിട്ടുള്ള പ്ലേറ്റ് ആയിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. നമ്മൾ സുഹൂറിന് നമുക്ക് ഓട്സ് മീൽ കഴിക്കാം. അത് ഓവർനൈറ്റ് ഓട്സ് നിങ്ങൾക്ക് ഫ്രൂട്ട്സും അതുപോലെ നട്ട്സും ഒക്കെ ഇട്ടിട്ട് ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. ആ ഓട്സ് ആകുമ്പോൾ നമുക്ക് അതിൽ ഫൈബേഴ്സ് ഉണ്ടാവും, അതുപോലെ അതിൽ ഫ്രൂട്ട്സ് വരുന്നുണ്ട്, നട്ട്സ് ഒക്കെ വരുന്നുണ്ട് അല്ലേ. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കാലറി കൂടാതിരിക്കാൻ നിങ്ങൾ കഴിക്കുന്ന ഓട്സ് മീലിന്റെ അളവ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് മില്ലറ്റ്സ്, ഓട്സ്, അതുപോലെ നുറുക്ക് ഗോതമ്പൊക്കെ തുടങ്ങിയിട്ട് ഇവയൊക്കെ ഉപയോഗിച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോഴും അതിൽ കൂടുതൽ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ഫൈബേഴ്സ് ഒക്കെ കൂടും, അത് നമ്മുടെ വയറൊക്കെ ഫില്ല് ചെയ്ത് നിൽക്കാൻ സഹായിക്കും. അപ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ ഓട്സിന്റെ ഉപ്പുമാവ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം, ഇതിന്റെ കൂടെ ഒരു ബോയിൽഡ് എഗ്ഗ് കൂടി കഴിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും കൂടി കിട്ടി. അപ്പോൾ അതൊരു നല്ല ബാലൻസ്ഡ് മീലായി. മറ്റൊരു ഓപ്ഷൻ എന്നുള്ളത്, നിങ്ങൾ ചപ്പാത്തി കഴിക്കാം, ദോശ കഴിക്കാം, മില്ലറ്റ് കൊണ്ടൊക്കെ ദോശ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു 2 എണ്ണം അതെടുക്കുക, അതിന്റെ കൂടെ വെജിറ്റബിൾസ് ആഡ് ചെയ്യണം, കൂടെ പ്രോട്ടീന് വേണ്ടിയിട്ട് ചിക്കനോ ഫിഷോ എഗ്ഗോ. അല്ലെങ്കിൽ നിങ്ങൾ നോൺ വെജിറ്റേറിയൻസ് അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ആണെങ്കിൽ കടല, സോയാബീൻ, പനീർ പോലുള്ളവ പ്രോട്ടീന് വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റും. അപ്പൊ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അളവ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. രാവിലത്തെ അത്താഴത്തിൽ പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം കേട്ടോ. മുട്ടയായിട്ടോ ചിക്കനായിട്ടോ കടലയൊക്കെ ആയിട്ട് പ്രോട്ടീൻ കഴിക്കാം. നമ്മൾ ഈ പ്രോട്ടീൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ വയറിങ്ങനെ ഫില്ലായി നിൽക്കാനും കുറേ സമയമാവും അത് ദഹിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം വരെ നമുക്ക് വിശക്കാതിരിക്കാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കും. ഫ്രൂട്ട്സുകളും കൂടി ആ നേരത്ത് കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി പലർക്കും ഉള്ള സംശയം, റമദാനിന് വർക്കൗട്ടുകൾ ചെയ്യണോ എന്നുള്ളതാ. നമ്മുടെ ആയുർഫിറ്റ് ഓൺലൈൻ പ്രോഗ്രാമിലുള്ള കുറെ പേര് ഈ സംശയം ചോദിച്ചു അല്ലേ. ഈ റമദാനിന് വർക്കൗട്ടുകൾ സ്കിപ്പ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു ലോ ടു മീഡിയം ഇന്റൻസിറ്റി വർക്കൗട്ടുകൾ നിങ്ങൾക്ക് ചെയ്യാം. ഒരു 20 മിനിറ്റ് ഒക്കെ നോമ്പ് തുറന്നതിന് ശേഷം ചെയ്യാൻ പറ്റും. ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പൊ അത്താഴം കഴിച്ച് ചെയ്യുന്നവരുണ്ട്, പക്ഷെ അവർക്ക് ചെറിയ വർക്കൗട്ടുകൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ രാവിലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ജലാംശം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് കൂടുതൽ ക്ഷീണം ഉണ്ടാക്കാനും കാരണമാവും. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നത് ഇഫ്താറിന് നോമ്പ് തുറന്നതിന് ശേഷമുള്ള വർക്കൗട്ടാണ്. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ നോമ്പ് തുറക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ. ആ സമയം ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറവായിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ, നമ്മുടെ ശരീരത്തിന് എനർജി വേണമെങ്കിൽ ആ എനർജി നമുക്ക് കിട്ടുക നമ്മുടെ കൊഴുപ്പിൽ നിന്നാണ്. അപ്പോൾ ഈ കൊഴുപ്പ് ഉരുകിയിട്ടാണ് നമുക്ക് എനർജി കിട്ടുക. അപ്പോൾ അത് വെയിറ്റ് ലോസിനെ സഹായിക്കും. പക്ഷെ ശ്രദ്ധിക്കുക, ആ സമയം നമ്മൾ ഓൾറെഡി ക്ഷീണത്തിലായിരിക്കും അല്ലേ. നോമ്പ് തുറക്കാനുള്ള ഒരു സമയം എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ ജലാംശത്തിന്റെ അളവൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനുള്ള ഒരു റിസ്ക് ഉണ്ട്. എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടുള്ളവർക്ക് ഇഫ്താറിന് മുന്നേ വർക്കൗട്ട് ചെയ്യാം. അല്ലാത്തവർക്ക് ഇഫ്താറിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യാം. ലോ ടു മീഡിയം ഇന്റൻസിറ്റി ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓരോ വർക്കൗട്ടിന് ശേഷവും ഒരു കറക്റ്റായ സമയം, കുറച്ചും കൂടി കൂടുതൽ സമയം റെസ്റ്റ് എടുക്കാനും നോക്കുക. അടുത്തൊരു സംശയം എന്നുള്ളത്, റമദാനിന് അതായത് നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കുന്നതാ അല്ലേ. അപ്പോൾ ഏതെല്ലാം ഫ്രൂട്ട്സുകളാണ് വെയിറ്റ് ലോസിന് നല്ലത് എന്നുള്ളത്. അപ്പോൾ ഫ്രൂട്ട്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ജലാംശമുള്ളത്, അതുപോലെ കാലറി കുറവുള്ള ഫ്രൂട്ട്സുകളാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ വാട്ടർമെലൺ, പപ്പായ, ഓറഞ്ച് ഇവയൊക്കെ നല്ല ഓപ്ഷനുകളാണ്. അതുപോലെ ഹൈ വാട്ടർ കണ്ടന്റ് ഉണ്ടാവുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ സഹായിക്കും, ഹൈഡ്രേഷൻ അതിന് സഹായിക്കും. അതുപോലെ ഇതുവ ലോ കാലറിയും ആയിരിക്കും, അതുകൊണ്ട് വെയിറ്റ് കൂടില്ല. അടുത്തതായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ തിരഞ്ഞെടുക്കാം. ആപ്പിള്, പേരയ്ക്ക, പോമഗ്രാനേറ്റ് പോലത്തുള്ളവ, അതിൽ കൂടുതൽ ഫൈബേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ ദഹനം പതുക്കെയായിരിക്കും, പെട്ടെന്ന് ഇൻസുലിൻ സ്പൈക്സ് ഉണ്ടാക്കില്ല. ശരീരത്തിൽ ഇങ്ങനെ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നതും അത് തടയുകയും ചെയ്യും. അടുത്തത് പലരും നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് റമദാനിൽ ഉറക്കം നല്ല രീതിയിൽ കിട്ടുന്നില്ല എന്നുള്ളത്. നമുക്കറിയാലേ, നമ്മൾ സുഹൂറിന് വേണ്ടിയിട്ട് രാവിലെ നേരത്തെ എണീക്കും. അതന്നെ നമ്മുടെ ഒരു സർക്കാഡിയ റിതത്തിൽ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. പിന്നെ ഇഫ്താർ മീലൊക്കെ നല്ല ഹെവി ആയിട്ട് കഴിച്ചിട്ട് പിന്നെയും രാത്രി ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കുന്നവരുണ്ട് ഉറങ്ങുന്നതിന് മുന്നേ. നമ്മുടെ തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ
അത് നമുക്ക് ഉറക്കം അത്ര നല്ല പ്രോപ്പർ ഉറക്കം കിട്ടില്ല. നമുക്ക് ഡൈജഷൻ ഒന്നും പ്രോപ്പർ ആയിട്ട് നടന്നിട്ടുണ്ടാവില്ല. അപ്പൊ അതും ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ നല്ല സ്ലീപ്പിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ രാത്രി ഒരുപാട് വൈകിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കുക. പിന്നെ ഈ ടീ, കോഫി എന്നിവ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നോമ്പ് തുറന്നതിന് ശേഷം കൂടുതൽ അവ കഴിക്കാതിരിക്കുക. ഒരു ഗ്ലാസ് ചായയിലൊക്കെ നിർത്തുക. സുഹൂറിന് കഴിഞ്ഞ് വീണ്ടും ഉറങ്ങുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഹെവി ഓയിൽ ഫുഡുകളൊക്കെ അത്താഴത്തിന് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. ഇനി ചിലർക്ക് കൂടുതൽ തലവേദനയും ക്ഷീണവും ഒക്കെ തോന്നൂലേ നോമ്പ് തുറക്കുന്ന ആ സമയത്ത്? അതെന്തുകൊണ്ടാ? നമ്മൾ കുറേ സമയം ഫാസ്റ്റിംഗ് അല്ലെ, ഒന്നും വെള്ളം പോലും കുടിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ നമ്മുടെ വിയർപ്പിലൂടെ നമുക്ക് സോഡിയം, അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോലൈറ്റുകൾ നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഹെഡേക്കും ഫാറ്റിഗും ഒക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ക്ഷീണവും ഹെഡേക്കും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നോമ്പ് തുറന്ന് പിറ്റേന്ന് അത്താഴം വരെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു 2 ലിറ്റർ അല്ലെങ്കിൽ 2.5 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉള്ളവര് അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, ഹെഡേക്ക് ഒക്കെ ഉള്ളവർക്ക് ഇലക്ട്രോലൈറ്റും കൂടി നമ്മുടെ ശരീരത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇളനീർ വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ലെമൺ വാട്ടറിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അത് കഴിക്കാൻ പറ്റും. അടുത്തൊരു സംശയം എന്നുള്ളത്, റമദാൻ ഫാസ്റ്റിംഗ് എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് ഡീടോക്സ് ചെയ്യോ? ശരിക്കും ഇത് നമ്മുടെ ഫാറ്റിനെ ബേൺ ചെയ്യിപ്പിക്കുന്നുണ്ടോ? ഈ ഓട്ടോഫേജി എന്ന് പറയുന്നത് എന്താണ്? ഇതൊക്കെ ഒരേപോലത്തെ സംശയങ്ങളാട്ടോ. ഓട്ടോഫേജി എന്നുള്ളത് ചിലർക്കെങ്കിലും പുതുതായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ സംശയങ്ങൾക്കെല്ലാം ഒറ്റ രീതിയിൽ മറുപടി പറയാം. റമദാനിലെ നോമ്പെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓട്ടോഫേജി എന്നുള്ളൊരു സംഭവം നടക്കുന്നുണ്ട്. ഈ ഓട്ടോഫേജി എന്നുള്ളത് നമ്മുടെ ശരീരത്തിന്റെ സെൽഫ് ക്ലീനിങ് സിസ്റ്റം ആണ്. ഓട്ടോ എന്ന് പറഞ്ഞാൽ സ്വയം, ഫേജി എന്ന് പറഞ്ഞാൽ തിന്നുക. അതായത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്തത്, പഴയതായിട്ടുള്ള ഡാമേജ് വന്നിട്ടുള്ള കോശങ്ങളെയെല്ലാം സ്വയം തിന്ന് നശിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് എല്ലാ ദിവസവും പഴയതും ഡാമേജ്ഡ് ആയിട്ടുള്ള കോശങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലേ? നോർമൽ ആയിട്ട് ബോഡി അത് ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് കൂടുതൽ ആക്റ്റീവ് ആവുന്നത് നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോഴാണ്. അതാണ് ഓട്ടോഫേജി. സിമ്പിൾ ആയി പറഞ്ഞാൽ ബോഡി സെൽഫായി റിപ്പയർ ചെയ്യും. നമ്മൾ വണ്ടിയൊക്കെ സർവീസ് ചെയ്യാറില്ലേ? അതുപോലെ അപ്പോൾ നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ അത് വണ്ടിയുടെ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുകയല്ലേ ചെയ്യുന്നത്? അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിന് റമദാനും. ഈ റമദാൻ ഫാസ്റ്റിംഗ് സമയത്ത് ശരീരത്തിൽ എന്ത് നടക്കുന്നു എന്ന് ഓരോ മണിക്കൂറുകളും വെച്ച് പറഞ്ഞു തരാം. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 6 മണിക്കൂറാണ്. അതിൽ നമ്മുടെ ആദ്യം അത്താഴത്തിന് സുഹൂറിന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും അല്ലെ? അതിൽ നിന്ന് നമുക്ക് ഗ്ലൂക്കോസ് കിട്ടിയിട്ടുണ്ടാവും. അതാണ് ആദ്യത്തെ മണിക്കൂറിൽ ശരീരം ഉപയോഗിക്കുന്നത്. സ്റ്റേജ് 2 ആവുമ്പോഴേക്കും 6 മണിക്കൂർ കഴിഞ്ഞു. 6 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ ഈ ഫുഡിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ഫുഡിൽ നിന്ന് ഗ്ലൂക്കോസ് കിട്ടാതെയാവും. ഫുഡൊന്നുമില്ല. അപ്പൊ ഈ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൈക്കോജൻ ആണ് നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 12 മണിക്കൂർ മുതൽ 16 മണിക്കൂർ വരെ കൂടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിന്റെ ലെവലൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് ശരിക്കും ബോഡി ഫാറ്റിനെ ബേൺ ചെയ്യാൻ തുടങ്ങുന്നത്. ശരീരത്തിന് എനർജി വേണം. അപ്പൊ അത് കൊഴുപ്പിനെ ബേൺ ചെയ്യിപ്പിച്ചിട്ട് ആ കൊഴുപ്പിൽ നിന്നാണ് എനർജി നമുക്ക് കിട്ടുന്നത്. ഈ സമയത്താണ് ശരിക്കും നമ്മുടെ വെയിറ്റ് കുറയാൻ തുടങ്ങുന്നത്. ഈ സമയത്ത് തന്നെയാണ് ഓട്ടോഫാജി ആക്റ്റീവ് ആവുന്നതും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാധാരണ കുറെ പേർക്ക് കോമൺ ആയിട്ട് ഉണ്ടാവുന്ന സംശയങ്ങൾ, അതിനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഉത്തരങ്ങളും പറഞ്ഞു. ഇതല്ലാത്ത ക്വസ്റ്റ്യനുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റിൽ പറയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബി ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.